സംസ്ഥാനത്തെ കാലാവസ്ഥ തന്നെയാണ് ആദ്യം നോക്കുന്നത്. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ള പ്രവചനങ്ങൾ വരുന്നു. 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഈ 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളിലേക്കും പോകാം. എങ്ങനെയാണ്, നല്ല ശക്തമായ മഴയുണ്ടോ, ഈ റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ച് അവധിയൊക്കെ നൽകിയതിന് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് വിബീഷ് കെ ടി, കാസർഗോഡ് നിന്ന് ഷഫീഖ് നസ്രുല്ല എന്നിവരുടൻ ചേരും. ആദ്യം തന്നെ വിബീഷ് കെ ടിയിലേക്കാണ്. വിബീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്നിപ്പോൾ കോഴിക്കോട് നല്ല ശക്തമായ മഴ പെയ്യുമെന്ന് പറയുന്നു. റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവധി എന്തായാലും പ്രഖ്യാപിച്ചത് കാര്യമായെന്ന് തോന്നുന്നു. വിബീഷിന് പിന്നിൽ നല്ല മഴയുണ്ട് അല്ലേ? അതെ ജിൽസി, മോർണിംഗ്. വലിയ കനത്ത മഴയാണ് വടക്കൻ ജില്ലകളിലുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറത്തും വയനാടും ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള അംഗനവാടികൾ, അതുപോലെ മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം ജില്ലാ ഭരണകൂടങ്ങൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിലും വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം, അതായത് വെള്ളച്ചാട്ടങ്ങൾ, തീരത്തോട് ചേർന്നുള്ള ടൂറിസം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പോകരുതെന്ന് ജില്ലാ ഭരണകൂടം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പല ഭാഗത്തും മരം വീണും അതുപോലെ തന്നെ വൈദ്യുതി കമ്പികൾ പൊട്ടിയുമുള്ള ചെറിയ അപകടങ്ങളുണ്ട്. എന്നാൽ വലിയ പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ മഴയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിബീഷ്, അപ്പോൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. പലയിടത്തും ഇന്നും മഴ പെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എല്ലായിടത്തും നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത് വളരെ സൗകര്യമായി എന്നുകൂടിയാണ് അറിയുന്നത്.